നമ്മൾ ഇന്ന് തായ്ലാൻഡിലെ ഫ്ലോട്ടിംഗ് മാർക്കറ്റാണ് കേട്ടോ എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്നത്. അതായത് നമ്മൾ ഫസ്റ്റ് തായ്ലൻഡിൽ പോയിട്ട് പട്ടായയിലെ ഫ്ലോട്ടിംഗ് മാർക്കറ്റിലാണ് പോകുന്നത്. തായ്ലൻഡിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ടൂറിസ്റ്റ് പ്ലേസുകളിൽ ഒന്നാണ് നമ്മുടെ പട്ടായയിലുള്ള ഫ്ലോട്ടിംഗ് മാർക്കറ്റ്. ഇവിടുത്തെ പ്രത്യേകത എന്ന് പറയുന്നത് പഴയ തായ് സംസ്കാരവും അതേപോലെ തന്നെ ബോട്ട് മാർക്കറ്റും നാട്ടിൻപുറ ജീവിതവും കാണിക്കുന്ന തരത്തിൽ നിർമ്മിച്ച വലിയൊരു ഫ്ലോട്ടിംഗ് മാർക്കറ്റാണ് കേട്ടോ ഇത്. ഇവിടുത്തെ മറ്റൊരു പ്രത്യേകത എന്തെന്ന് വെച്ചാൽ ഇവിടുത്തെ ആളുകൾ ഫ്രൂട്ട്സും ഫുഡും അതേപോലെ തന്നെ സുവേനിയേഴ്സും ഒക്കെ വിൽക്കുന്നത് ഈ ചെറിയ ബോട്ടുകളിൽ. ഫ്ലോട്ടിംഗ് മാർക്കറ്റ് എന്ന് പേര് വരാൻ ഒരു കാരണം അതുകൂടിയാണ് കേട്ടോ. ഇനി ഇവിടുത്തെ മെയിനായിട്ടുള്ള ഫുഡ് സ്പെഷ്യൽസ് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിനായിട്ടും മാംഗോ സ്റ്റിക്കി റൈസ് തന്നെയാണ് കേട്ടോ ഇവിടുത്തെ ഒരു സ്പെഷ്യൽ ഫുഡ് എന്ന് പറയുന്നത്. അതുകൂടാതെ ഇവിടുത്തെ മറ്റ് അട്രാക്ഷൻ ഫുഡ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഗ്രിൽഡ് സീ ഫുഡ്, തായ് മിൽക്ക് ടീ. ഈ തായ് മിൽക്ക് ടീ കുടിക്കാൻ വേണ്ടിയിട്ട് മാത്രം നാട്ടിൽ നിന്ന് വരുന്ന ആളുകളുണ്ട് കേട്ടോ. അതേപോലെ തന്നെ കോക്കനട്ട് ഐസ്ക്രീം, പാഡ് തായ്, അങ്ങനെ കുറേ സ്ട്രീറ്റ് ഫുഡ് ഇവിടെ വന്നാൽ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും കേട്ടോ. ഇവിടുത്തെ ബോട്ട് റൈഡ് എക്സ്പീരിയൻസ് അത് ഒരു പ്രത്യേക ഒരു എക്സ്പീരിയൻസ് തന്നെയാണ് കേട്ടോ. കാര്യം നമ്മൾ ആദ്യം ചെന്ന് കയറുന്നത് തന്നെ ചെറിയ ഒരു വഞ്ചിയിലാണ്. അതും അവർ ആർട്ടിഫിഷ്യലായിട്ട് ക്രിയേറ്റ് ചെയ്തൊരു ഫ്ലോട്ടിംഗ് മാർക്കറ്റ് കൂടാണിത്. അതായത് പണ്ട് തായ്ലാൻഡ് ഇങ്ങനെ ആയിരുന്നു എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് അവർ ആർട്ടിഫിഷ്യലായിട്ട് ക്രിയേറ്റ് ചെയ്തൊരു ഫ്ലോട്ടിംഗ് മാർക്കറ്റാണിത്. അപ്പോൾ നമുക്ക് നടന്ന് കാണാം, ഒപ്പം തന്നെ നമുക്ക് വഞ്ചിയിലൂടെ പോയും ഈ കാഴ്ചകളെല്ലാം കാണാൻ പറ്റും. നമ്മൾ ഈ വഞ്ചിയിലൂടെ പോയി ഇറങ്ങുന്നത് തന്നെ നമ്മൾ തിരിച്ച് വരുന്നത്, അതായത് വൺ സൈഡ് മാത്രമേ നമ്മൾ ബോട്ടിൽ പോകുന്നുള്ളൂ, തിരിച്ച് നമ്മൾ നടന്ന് തന്നെയാണ് വരുന്നത്. ഈ നടന്ന് വരുന്ന ഇതിൽ തന്നെ കുറേ കാഴ്ചകളുണ്ട് കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. അതൊക്കെ ഒരു നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയാണ് നമുക്ക് തരുന്നത്. അതായത് അത് കറക്റ്റ് ഒരു മാർക്കറ്റ് എന്ന് പറയുമ്പം അതിനകത്ത് ഫുഡ് ആയാലും അതല്ലെന്നുണ്ടെങ്കിൽ ഷോപ്പിങ്ങിന് വേണ്ടിയിട്ട് ഇഷ്ടംപോലെ ഐറ്റംസാണ് നമുക്ക് അവിടെ അവർ പ്രൊവൈഡ് ചെയ്യുന്നത് കേട്ടോ. അതേപോലെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഈ കനാലിൻ്റെ രണ്ട് സൈഡിലുള്ള എല്ലാ ബിൽഡിങ്സും വുഡൻ ബിൽഡിങ്സുകളാണ്. അതായത് മരക്കെട്ടിടങ്ങളെന്ന് വേണമെങ്കിൽ തന്നെ പറയാം. അതേപോലെ തന്നെ ഇവിടുത്തെ വുഡൻ ബ്രിഡ്ജസ് ആയാലും ഈ കനാലായാലും എല്ലാം ഒരു പഴയ ഒരു തായ് വില്ലേജ് ഫീൽ, അതായത് എല്ലാം ഒരു നമുക്കൊരു എസ്തെറ്റിക് വിഷ്വൽസ് തന്നെയാണ് നമുക്ക് തരുന്നത് കേട്ടോ. പഴയ കാലത്തെ തായ്ലൻഡ് കനാൽസ് ആയിരുന്നു മെയിനായിട്ട് ഇവിടുത്തെ ഒരു ട്രാൻസ്പോർട്ടേഷൻ റൂട്ട് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഫ്ലോട്ടിംഗ് മാർക്കറ്റ് അവിടുത്തെ ഒരു സംസ്കാരത്തിൻ്റെ ഭാഗം കൂടെ ആയി മാറിയത്. പട്ടായ ഫ്ലോട്ടിംഗ് മാർക്കറ്റ് ട്രഡീഷണൽ കൾച്ചർ ടൂറിസ്റ്റ് ഫ്രണ്ട്ലി ആയിട്ടാണ് റിക്രിയേറ്റ് ചെയ്തേക്കുന്നത് കേട്ടോ. ഇനി ഞാൻ നിങ്ങൾക്കൊരു ടിപ്പ് പറഞ്ഞു തരട്ടെ. തായ്ലൻഡിൽ പോകുന്നവർ ഒരു കാരണവശാലും പട്ടായയിൽ നിന്ന് ഷോപ്പിംഗ് ചെയ്യരുത്. അതായത് പട്ടായയിൽ നമുക്കൊരു 100 ബാത്തിന് കിട്ടുന്ന ഒരു ഐറ്റം നമുക്ക് ബാങ്കോക്ക് തിരിച്ചു വന്നു കഴിഞ്ഞാൽ ഒരു 50 ബാത്തിന് അല്ലെങ്കിൽ 20 ബാത്തിനൊക്കെ നമുക്ക് ബാർഗെയിൻ ചെയ്ത് മേടിക്കാൻ പറ്റും. അതേപോലെ തന്നെ നമ്മൾ ഈ ടൂറിസ്റ്റ് ആളുകളെ കണ്ടു കഴിഞ്ഞാൽ ഇവരാദ്യം പറയുന്ന ആ ഒരു എമൗണ്ടിന് നമ്മൾ ഒരു കാരണവശാലും ഷോപ്പ് ചെയ്യരുത്. നമ്മൾ ബാർഗെയിൻ ചെയ്ത് നമുക്ക് ചീപ്പ് റേറ്റിന് അവിടുത്തെ സാധനങ്ങൾ നമുക്ക് ഷോപ്പ് ചെയ്യാൻ പറ്റും കേട്ടോ. ഈ ടിപ്പ് ആരും മറക്കണ്ട. തായ്ലൻഡിൽ പോകുന്നവർക്കായിട്ടുള്ളൊരു ടിപ്പാണ്. നിങ്ങൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ പട്ടായിൽ നിന്ന് മാക്സിമം ഷോപ്പ് ചെയ്യാതിരിക്കുക. ഇൻ കേസ് പട്ടായിൽ നിന്ന് ഷോപ്പ് ചെയ്യുകയാണെങ്കിൽ ബാർഗെയിൻ ചെയ്യുക. നിങ്ങൾക്ക് ഏറ്റവും നല്ലൊരു ചീപ്പ് റേറ്റിനായിരിക്കും അവിടെ നിന്ന് നമുക്ക് സാധനങ്ങൾ ഷോപ്പ് ചെയ്യാൻ പറ്റുന്നത് കേട്ടോ. ഞാനൊരു മാംഗോ സ്മൂത്തി ആണ് കേട്ടോ മേടിച്ച് കുടിച്ചത്. കാര്യം എനിക്ക് ആളുകളിങ്ങനെ കുടിക്കുന്നത് കണ്ടപ്പോൾ എൻ്റെ ഒരു ഭയങ്കര അതിനോടൊരു ക്രേവിങ്സ് തോന്നിയിട്ട് ഞാൻ അധികം മാംഗോ ഫാൻ അല്ല, എനിക്ക് അങ്ങനെ ഇഷ്ടമല്ല. പക്ഷേ എനിക്ക് അവിടെ ചെന്നപ്പോൾ എനിക്കെന്തോ അത് ട്രൈ ചെയ്യണമെന്ന് തോന്നി. പക്ഷേ അവരുടെ ആ ഒരു പാക്കിംഗ് ഒക്കെ ഉണ്ടല്ലോ, നമുക്ക് ജ്യൂസൊക്കെ പാക്ക് ചെയ്യുന്നത് അതൊരു ഒരു എക്സ്ട്രാ ഒരു പ്രീമിയം ലുക്കിലാണ് അവരത് നമുക്ക് പാക്ക് ചെയ്ത് തരുന്നത്. നമ്മുടെ ഇവിടെയൊക്കെ പാക്ക് ചെയ്ത് കിട്ടുന്ന കണക്കല്ല കേട്ടോ. ഇനി ഞങ്ങൾ നെക്സ്റ്റ് പോയ പ്ലേസാണ് ടൈഗർ ടോക്കിയോ പാർക്ക്. അതായത് നോക്കിയൊക്കെ എൻ്റെ ബാക്കിൽ ആരാ ഉള്ളതെന്ന് ഞാൻ പുള്ളിക്കാരനെ കണ്ടുകൊണ്ടാണ് കേട്ടോ ഫുഡ് കഴിക്കുന്നത്. അത് ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങളത് കഴിഞ്ഞിട്ട് പോയതായിരുന്നു അൽക്കാസർ ഷോ ആണ്. ഭയങ്കര കളർഫുള്ളായിട്ടുള്ളൊരു ഷോ ആണ്. നമുക്ക് വേറൊരു ഫീലാണ് നമുക്ക് അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഷോ കണ്ടു നമുക്ക് കിട്ടുന്നത്. എനിക്ക് വീഡിയോ ഫുൾ എടുക്കാനൊന്നും പറ്റിയില്ല. ഞാൻ ഇതിനകത്ത് ഇവിടെ അപ്ലോഡ് ചെയ്യുന്നതില്ല, നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല. എങ്കിലും ഞാൻ എടുത്ത കുറച്ച് വിഷ്വൽസ് ഇവിടെ കേട്ടോ. അപ്പോൾ ഓക്കെ, നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അടുത്ത തായ്ലാൻഡ് വിശേഷങ്ങളായിട്ട് കാണാം. അതെ, ഈ ചെറിയൊരു വ്ളോഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ കേട്ടോ.